തൃശ്ശൂർ ഞാനങ്ങ് എടുത്തുകൊണ്ട് പോവുക എന്നൊക്കെ പറഞ്ഞു പോയ സുരേഷ് ഗോപി ഇപ്പോൾ കാണുന്നില്ല എന്ന് പറയുന്നത് നമ്മളാരും അല്ല, പ്രധാനപ്പെട്ട ചില വ്യക്തികളാണ്. എന്താണ് ചെയ്യേണ്ടത്? പോലീസിൽ അറിയിക്കണോ? നടനെ കാണാനില്ല എന്നുള്ള ആ ഒരു പരാമർശം ശ്രീ സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ്. കാരണം ഇപ്പോൾ സുരേഷ് ഗോപി എന്നൊരു നടൻ ഇല്ല, മറിച്ച് കേന്ദ്രമന്ത്രിയാണ് ഉള്ളത്. അപ്പോൾ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഭാരിച്ച ചുമതലകളുണ്ട്. മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം മണിപ്പൂരിൽ 2 ദിവസം ഉണ്ടായിരുന്നു. ബഡ്ജറ്റ് പദ്ധതികളുമായുള്ള ചർച്ചയിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും മണിപ്പൂരിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു അദ്ദേഹം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ കൂടി വളരെ വ്യക്തമായി മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ നടനെ കാണാനില്ല എന്ന് പറഞ്ഞതിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. നടനെ അല്ല ഇനി കാണുന്നത് കേന്ദ്രമന്ത്രിയെ ആണ്. പക്ഷേ നടൻ എന്നുള്ള പദവി വിട്ടുകൊടുക്കാൻ സുരേഷ് ഗോപി തയ്യാറായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. കേന്ദ്രമന്ത്രി ആകുന്നതിനേക്കാൾ അതിന് സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറാകുന്നതിന് മുമ്പ് അദ്ദേഹം വല്ലാതെ ഒരു ബാർഗെയിനിങ് നടത്തിയത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് നടൻ തന്നെ ആകുന്നതാണ് താല്പര്യം എന്നുള്ളത് അദ്ദേഹം അതിനുശേഷവും അറിയിച്ചിട്ടുണ്ട്, അദ്ദേഹം അതിനുശേഷവും അഭിനയിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് താങ്കൾ ആ പറയുന്ന വിശദീകരണം സുരേഷ് ഗോപിയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കാൻ താങ്കൾക്ക് കഴിയും. അദ്ദേഹം ഈ ചർച്ച കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കൃത്യമായി പ്രതികരണം തരികയും ചെയ്യും.